നേന്ത്രപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസിയാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 2 കളറിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എടുക്കണമെന്നില്ല, ഒരു കളറായാലും മതി. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം കിട്ടാത്തവരുണ്ടെങ്കിൽ സാധാ റോബസ്റ്റ പഴം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നേന്ത്രപ്പഴമാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് അത്യാവശ്യം വലുപ്പമുള്ള 1.5 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടില്ല. 2 മുഴുവനും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ 2 എടുത്താലും കുഴപ്പമില്ല. പിന്നെ നല്ല പഴുത്ത പഴമാണ് ഏറ്റവും നല്ലത്. എൻ്റെ അത്രയും പഴുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ കുറേ നേരം ഇത് വേവിച്ചെടുക്കേണ്ടി വരും. കുറേ നേരം വഴറ്റിയെടുക്കേണ്ടി വരും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട്. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നെയ്യിൽ വറുത്തിട്ട് സോഫ്റ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി സോഫ്റ്റ് ആവുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം. ഇതിപ്പോൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നേന്ത്രപ്പഴം കട്ട് ചെയ്യുമ്പോൾ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതേ പാനിൽ തന്നെ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പാൽ ഞാൻ 3 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 3/4 ലിറ്റർ വരും. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചവ്വരിയാണ്. ഞാനിവിടെ 1/2 കപ്പ് ചവ്വരി 1 മണിക്കൂർ നന്നായിട്ട് കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചവ്വരി കുതിർത്തിയിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചവ്വരി നല്ല സോഫ്റ്റ് ആവണം. അപ്പോൾ പാൽ തിളച്ച് വരുന്ന സമയത്ത് പാലിൻ്റെ ആ ഒരു തീ ഒന്ന് കുറച്ച് വെക്കുക. ഇല്ലെങ്കിൽ പാൽ പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവും. ഇതങ്ങനെ വേവുകയില്ല. ഇനി നമ്മൾ ഇതിനകത്തോട്ട് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് ഈന്തപ്പഴമാണ്. മധുരത്തിന് വേണ്ടി മാത്രമല്ല നല്ല രുചിയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിക്കകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈന്തപ്പഴം നന്നായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈന്തപ്പഴം കൂടി ചേർക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി അങ്ങ് കട്ടിയാവും. അപ്പോൾ കുഴപ്പമില്ല, ഒരുപാട് കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മൾ ഈന്തപ്പഴം വെച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് കുറച്ച് കട്ട് ചെയ്തുകൊണ്ട് ഞാൻ 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് നിങ്ങൾ ചേർത്ത് നോക്കിയിട്ട് പോരാന്ന് തോന്നുകയാണെങ്കിൽ പാലോ വെള്ളമോ എന്തെങ്കിലും എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ്. അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു നുള്ളു ഉപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതെല്ലാം കൂടി ഒരു 3-4 മിനിറ്റും കൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് ഇനി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ നമ്മൾ ഇനി പഞ്ചസാര കുറച്ച് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് അത്രയേ ചേർത്തിട്ടുള്ളൂ. അപ്പം മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈന്തപ്പഴം ഓൾറെഡി ചേർത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഈന്തപ്പഴം മതിയെങ്കിൽ ഒരു 25-26 ഈന്തപ്പഴമൊക്കെ ഏകദേശം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടോടെ സെർവ് ചെയ്യാം. ഇനി ഇത് തണുപ്പിച്ച് കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.